വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അഴീക്കോട് എന്ന ആ മഹാപ്രതിഭയുടെ തത്വചിന്തകൻ എന്നുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ അഴീക്കോട് മാഷുടെ ആ ഒരു തലം അതിനെ ഓർക്കുമ്പോൾ എവിടുന്നാ തുടങ്ങേണ്ടതെന്ന് ആകെ സംശയമാണ്. നമുക്ക് നല്ല ഉറപ്പുണ്ട് ഈ കൂട്ടത്തിൽ മാഷെ കാണാത്ത ആരും തന്നെ ഇതിലുണ്ടാവില്ല, കേൾക്കാത്ത ആരും തന്നെ ഇതിലില്ല. മാഷ് പറയുന്ന ഒരു കാര്യം, ഈ സാഹിത്യത്തോടുള്ള അഭിരുചി, അല്ലെങ്കിൽ സാഹിത്യം എന്നെ സ്വാധീനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ഒരു സ്വയം പറയുന്നത് ഞാനത് ആലോചിച്ചിട്ടുണ്ട്. ഞാനൊരു കൊടും ഭീകരനാകുമെന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പം എന്നെ ഒരു കൊടും ഭീകരനാക്കുമായിരുന്നു ഈ സാഹിത്യം എന്നിൽ സ്വാധീനിച്ചില്ല, അല്ലെങ്കിൽ ഈ സാഹിത്യത്തിലേക്ക് ഞാൻ തിരിഞ്ഞില്ലായിരുന്നു എങ്കിൽ. അതാണ് ഈ തത്വചിന്തകൻ എന്ന് പറയുന്ന സനാതനധർമ്മത്തിൽ തത്വവും വ്യക്തിയും ഒന്നായി ചേരുന്ന അവസരത്തിലാണ് ഈ ദർശനം അല്ലെങ്കിൽ ഈ തത്വചിന്ത എന്നുള്ളത് ആവിർഭവിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ, ഉപനിഷത് ധർമ്മത്തിൻ്റെ അതിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് പറയുന്നത് ഇതാണ്: തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് സനാതനധർമ്മം. ആ ജനസമൂഹത്തെയാണ് ഋഷി സമൂഹം എന്ന് പറയാം. ആത്മാന്വേഷകരായ, സത്യാന്വേഷകരായിട്ടുള്ള ആളുകൾ. അവരെ അഴീക്കോട് മാഷുടെ ഭാഷയിൽ പറഞ്ഞാൽ, കൊളംബസ് ഇന്ത്യ അന്വേഷിച്ച് പോയി അവിചാരിതമായി അമേരിക്കയിലെത്തി. അതുപോലെയാണോ ബ്രഹ്മമന്വേഷിച്ച ബ്രഹ്മാന്വേഷി ആത്മാവിലെത്തിച്ചേരുന്നത്? എന്തൊരു ഗംഭീരമായ ഒരു അവതരണമാണ്. നമുക്കറിയാം, അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഇവിടെ KP രാമനുണ്ണി സൂചിപ്പിച്ച ലോകമത മഹാസമ്മേളനം ഉണ്ടായത്. അപ്പം ഈ കൊളംബസ് ഇന്ത്യയിലേക്കായിരുന്നു പോയത്. ഇന്ത്യയാണ് കൊളംബസിൻ്റെ ലക്ഷ്യം. പക്ഷേ അവിചാരിതമായി എത്തിയത് അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അങ്ങനെയാണോ ഒരാൾ ബ്രഹ്മത്തെ അന്വേഷിച്ച് ആത്മാവിലെത്തിച്ചേരുന്നത്? അപ്പോൾ ഈ ബ്രഹ്മവും സത്യവും, ബ്രഹ്മവും ആത്മാവും രണ്ടും രണ്ടാണ്, രണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് നടത്തിയിട്ടുള്ള, നമ്മൾ ആലോചിക്കുകയാണ്, ഒരു 100,000 സന്യാസിമാർ വിചാരിച്ചാലും നടക്കാത്തതാണ് മാഷ് ഓൾറെഡി നടത്തിയിട്ടുള്ളത്. തത്വമസി എന്ന പ്രൗഢഗംഭീരമായിട്ടുള്ള മാഷുടെ സംഭാവന, മാഷ് അതിൽ കൃത്യമായി അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ തത്വമസി മലയാളത്തിൽ പ്രസിദ്ധം ചെയ്തു? അത് എൻ്റെ നാടിനു വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് ഇംഗ്ലീഷിലായിരുന്നുവെങ്കിൽ ലോകോത്തര യൂണിവേഴ്സിറ്റികളിലെല്ലാം അത് പഠിപ്പിക്കാൻ അതുണ്ടാകുമെന്ന്.
മാഷ്ക്ക് നല്ല ബോധ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഋഷി എന്ന് നമുക്കെപ്പോഴും തോന്നാറ് അതാണ്. ഒരു ഋഷിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് സങ്കടവും ഒക്കെ മാഷെക്കുറിച്ച് ആലോചിക്കുമ്പോണ്ടാവും. കാരണം നമ്മുടെ ഒരുപാട് പരിപാടികൾ മാഷ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, ആശംസ പറഞ്ഞിട്ടുണ്ട്. മാഷുടെ ജീവിതത്തിലെ പൊതുപരിപാടി, മാഷുടെ അവസാനത്തെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത പരിപാടി തൃശ്ശൂരിൽ നമ്മൾ നടത്തിയിട്ടുള്ള 18 ദിവസത്തെ ഗീതാജ്ഞാന യജ്ഞത്തിൻ്റെ, ഗീതയെ സംഗ്രഹിച്ച് അവതരിപ്പിച്ച പ്രഭാഷണ പരമ്പരയുടെ സമാപന സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണമായിരുന്നു. അതാണ് സാറിൻ്റെ അവസാനത്തെ പരിപാടി. ആ പരിപാടിക്ക് സാറിന് വരാൻ പറ്റാത്ത ഒരു കഠിനമായ പനിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഷ് വരുമോ? എന്തായാലും തൃശ്ശൂരുള്ള സുനിലിനറിയാം, സുനിൽ അവിടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഗോൾഡ് ബിസിനസ് നടത്തുന്ന അജയകുമാർ, അപ്പോൾ അദ്ദേഹം നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, അയ്യോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാഷെ കാണാൻ പോവാം, അങ്ങോട്ട് പോവാം, മാഷ് വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, നമുക്ക് പോവാം. എന്തായാലും മാഷെ ചെന്ന് ഞങ്ങൾ കണ്ട സമയത്ത് കിടക്കുകയാണ്, ചുട്ടുപൊള്ളുന്ന പനിയാണ്. അങ്ങനെ ദേഹം പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പനിയാണ്. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാഷ് വന്നു. സ്റ്റേജിലേക്ക് പിടിച്ച് കയറ്റിയത് നമ്മൾ, അപ്പോഴും ആ കൈ ഇങ്ങനെ എന്താ പറയുക, ശരീരം മുഴുവൻ പൊള്ളുന്നുണ്ട്. ജയറാം നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സ്വാമിജി ചെയ്ത എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, മാഷെ എനിക്കൊന്ന് കാണണമെന്നും നേരിട്ട് കാണണമെന്നും കേൾക്കണം എന്നുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തന്നത് നിങ്ങളാണെന്ന് പറഞ്ഞു. അന്ന് ജയറാം ആ പരിപാടിയിലുണ്ട്. പിന്നെ മാഷ് ബാത്റൂമിൽ ഒന്ന് കാൽ തെറ്റി വീഴുന്നു, പിന്നെ പോയി കാണുന്നു. പിന്നെ ആശുപത്രിയിൽ ഒരു നിത്യ സന്ദർശകനായിരുന്നു നമ്മൾ. അവിടെ കാൽ കീഴിലും തലയുടെ കീഴിലും അവിടെയൊക്കെ കസേര ഇട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ തത്വമസി ആശ്രമത്തിൽ ചേരുന്നതിന് മുൻപ് എങ്ങനെയാണ് ഒരു യുവാവിൻ്റെ ഉള്ളിലേക്ക്, എത്രയോ യുവാക്കളുടെ മാഷ് അതിങ്ങനെ അടിച്ചു കയറ്റിയിട്ടുള്ളത്, മാഷ് എങ്ങനെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ മാഷ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമിയും ഞാനും ഒക്കെ കേരളത്തിൻ്റെ ഈ എന്താ പറയുക മനസമാധാനം കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൽ അഴീക്കോട് മാഷ് വഹിച്ച പങ്ക് എന്ത് എന്നത് ഒരു ഗവേഷണ വിഷയമാക്കാവുന്നതാണ്. ഈ സമൂഹത്തെ അത്തരത്തിലൊരു പിടിമുറുക്കത്തിലേക്ക് കൊടുക്കാതെ എറണാകുളത്തെ AJ ഹാളിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ സമ്പൂർണ്ണ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നത് മാഷാണ്. അന്ന് ചാനലുകൾ മുഴുവൻ ഇങ്ങനെ തടിച്ചു കൂടി മാഷുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മാഷാണെങ്കിലോ ഒന്നും പറയുന്നില്ല. മാഷ് പറയുന്നത് മുഴുവൻ ഈ ആത്മോപദേശ ശതകത്തിലെ അതിഗംഭീരങ്ങളായിട്ടുള്ള ആദ്യത്തെ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തുമുജ്വലിക്കും, കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം. ഈ വണങ്ങലിൻ്റെയും ഓതലിൻ്റെയും കരുവിനെയും ഒക്കെ കുറിച്ച് ഇങ്ങനെ വാചാലനായിക്കൊണ്ടിരിക്കുമ്പം പത്രക്കാർക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. ഇവരാണെങ്കിൽ നിരാശ കൊണ്ടിരിക്കുമ്പോൾ അവസാനം മാഷ് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ ആ ദാർശനികൻ്റെ ഒരു വഴി കാണുമായിരുന്നു. അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഗുരുദേവനിൽ നിന്ന് അന്നത്തെ ഏറ്റവും പ്രസിദ്ധമായ രാഷ്ട്രീയത്തിലേക്ക് മാഷ് വരിക. ആ വരുന്ന വഴി ദൈവദശകത്തിലൊരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം.
ആഴി, തിര, കാറ്റ്. തിരയാണല്ലോ ഇന്നത്തെ മുഖ്യ വിഷയം. തിര ബക്കറ്റിലാണോ തിര കടലിലാണോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയായി. പോരട്ടങ്ങോട്ട് എന്നായി. പത്രങ്ങളൊക്കെ, മീഡിയ ഒക്കെ വളരെ ഉഷാറായി. പിന്നെ അവർക്ക് വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാഷ് പറഞ്ഞു. അപ്പം ആ ഒരു ദാർശനിക തലത്തിൽ നിന്നുകൊണ്ട് ഏതിനെയും, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ കണ്ണൂർ ഈ ഭാഗത്തുള്ളവരാണ്, കാഞ്ഞങ്ങാട് ഒരു ആനന്ദാശ്രമമുണ്ട്. ആനന്ദാശ്രമം രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എന്താ സ്വാമിജി, നിത്യാനന്ദ സ്വാമികൾ എന്ന് പറയും. ബോംബെയിലാണ് അവർക്ക് വലിയ ഡിവോട്ടീസ് ഉള്ളത്. നിത്യാനന്ദ സ്വാമികളെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, സ്വാമിയെ ട്രെയിനിൽ നിന്ന് ഇറക്കിയ ബ്രിട്ടീഷുകാർ, ടിക്കറ്റ് എക്സാമിനർ ഇറക്കിയ സമയത്ത് ട്രെയിൻ പിന്നെ കൊയിലാണ്ടി സ്റ്റേഷനിലായിരുന്നു, മൂവ് ചെയ്യാതെ അവിടെ നിന്നു എന്നാണ്. പിന്നെ അദ്ദേഹത്തിനെ കയറ്റിയ സമയത്ത് ആ ട്രെയിൻ പോയത് എന്നൊക്കെയുള്ള പ്രസിദ്ധമായ കഥകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ അനുഗ്രഹത്തിനോ എന്തിനെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവരെയൊക്കെ ശകാരിക്കും, അവരെ കല്ലെടുത്തെറിയും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കിട്ടാനായിരുന്നു ആളുകൾ വന്നിരുന്നത്. അതവർക്ക് അനുഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ശകാരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന പീഡനങ്ങളും ഒക്കെ അനുഗ്രഹമായി കരുതിയിരുന്ന ഒരു തലം ഈ മഹാത്മാക്കൾക്കൊക്കെ ഉള്ളതാണത്. നമുക്ക് തോന്നുന്നത് മാഷ് അങ്ങനെയായിരുന്നു. മാഷ് പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അത് മോഹൻലാലിനെ കുറിച്ചാണെങ്കിലും ഇന്നസെൻറ്റിനെ കുറിച്ചാണെങ്കിലും അർജുനനെ പോലെയാണ്. ശരം എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 100, ലക്ഷ്യത്തിലെത്തുമ്പം 1000 എന്ന് പറഞ്ഞതുപോലെ ഒരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ മാഷ് പറയുകയാണ്, വെള്ളാപ്പള്ളി നടേശന് പോലും മനസ്സിലാവുന്നു, എന്നിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ഇന്നസെൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മാഷ് ഞാൻ നിഘണ്ടു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അപ്പം ഈ ആശുപത്രി കിടക്കയിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കുറേ തമാശകളും മാഷ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന്, മാഷ് പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉള്ളിൽ നിന്ന് ദേഷ്യമാണെങ്കിലും പരിഹാസമാണെങ്കിലും ഒക്കെ അത് ഇതുമായി ഞാൻ അങ്ങോട്ട് ഇഴുകിച്ചേരുമ്പം എന്നിൽ നിന്ന് ആ ഭാവം പ്രകടമാകുന്നത് അങ്ങനെയാണ്. സത്യത്തിൽ അതൊരു അനുഗ്രഹമാണ്. നേരത്തെ രാമനുണ്ണി പറഞ്ഞുവല്ലോ, നമ്മളെപ്പോഴും ഓർക്കാറുണ്ട്. രാമനുണ്ണി പറഞ്ഞത് അക്ഷരം പ്രതി കേരളത്തിലെ മാഷ കേട്ടിട്ടുള്ള, മാഷ അറിഞ്ഞിട്ടുള്ള ഓരോരുത്തരും പ്രാതസ്മരണീയനാണ് മാഷ്. ട്രംപിനെതിരെ ഇത്രയും കടുത്തതും മനോഹരവും ലോകം ചർച്ച ചെയ്യാൻ പോകുന്ന പാകത്തിന് മാഷുണ്ടായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, അതുണ്ടാകുമായിരുന്നു. വയനാട്ടിലെ പിരിവിൻ്റെ പേരിൽ നടത്തിയതിൽ ഉണ്ടാകുമായിരുന്നു. പലതിലും, പല കാര്യങ്ങളിലും മാഷുടേത് ഏൽക്കാൻ, അത് ഏറ്റുവാങ്ങാനുള്ള ശേഷി, പ്രഹരശേഷി, അത് വല്ലാത്ത ഒന്നാണ്. ഒരുപാട് മിസ് ചെയ്യാറുണ്ട് മാഷെ. മാഷുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആദ്യകാലം കുറച്ച് പൊരുത്തപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. മാഷില്ല എന്നുള്ളത് ഈ അടുത്ത കാലത്തൊക്കെയാണ് പൊരുത്തപ്പെട്ടത്. ഭൗതിക ശരീരം കൊണ്ട് മാഷില്ല എന്നുള്ളത്. കാരണം സാനു മാഷാണെങ്കിലും ONV കുറുപ്പ് സാറാണെങ്കിലും MT ആണെങ്കിലും നമ്മളെ തുഞ്ചൻ പറമ്പിൽ വെച്ച് നായയെ തല്ലുന്നത് പോലെ തല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. കാണാനല്ല, എന്താ പറയുക, നമ്മൾ MTയുടെ മുറിയിലാണ് ഓടിക്കേറിയത്, ഒളിക്കുകയല്ല, ഓടിക്കേറിയത് അഭയം പ്രാപിക്കാൻ. MT അന്ന് ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ MT നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഒരു കരുതലില്ലാതെ ഇരുന്നത്? അപ്പോൾ ഈ കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ പ്രശ്നം.
അപ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിനോട് നേരത്തെ വന്നവർ പറഞ്ഞു ഇന്ന് പരിപാടി ഇല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ ഗേറ്റ് പൂട്ടിയിട്ടിട്ടാണ് ഇവരുടെ കലാപരിപാടി നടത്തിയത്. നമ്മൾ ഈ മൈക്ക് സ്റ്റാൻഡ് കൊണ്ടായിരുന്നു പൊതിരെ തല്ലിയത്. അപ്പോൾ MT അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ വാസുവേട്ടൻ, നമ്മുടെ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് നമ്മുടെ വാസുവേട്ടനോട് പറഞ്ഞു, വാസുവേട്ട അത് ഈ തുഞ്ചൻ പറമ്പല്ലേ, തുഞ്ചൻ പറമ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമോ? അപ്പോൾ പറഞ്ഞത് ഇവർക്ക് തുഞ്ചൻ പറമ്പും വെളിയൻ പറമ്പും ഒരുപോലെയാണ്. സ്വാമി അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ്. ഇതിന് സമാനമായത് മാഷ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വധഭീഷണിയുണ്ട്, എൻ്റെ അടുത്ത് കത്തുണ്ട്, സ്വാമി വന്നാൽ ഞാൻ കാണിച്ചു തരാം, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഇതിലൊന്നും നമ്മൾ തളരരുത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോൾ ഇവിടെ ഓരോരുത്തരും ആ ഒരു ദാർശനിക തലത്തിൽ നിന്ന് ഏതൊരു, നേരത്തെ പറഞ്ഞുവല്ലോ ഇളയിടം മാഷ് ഇവിടെ സൂചിപ്പിച്ചത്, രാമനുണ്ണി അതിനെ സൂചിപ്പിച്ചു, അദ്ദേഹം വൈദ്യം പഠിക്കാൻ പോയത്. മാഷുടെ പ്രഭാഷണങ്ങളിൽ ഈ ഒരു ചികിത്സ, ഈ കേരളത്തെ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടുന്ന കായകൽപ്പവും പിഴിച്ചിലും ഉഴിച്ചിലും ഇലക്കിഴിയും ഞവരക്കിഴിയും എല്ലാം നടത്തിയിട്ടുണ്ട് അതിമനോഹരമായിട്ട്. അതുകൊണ്ടാണ് മോഹൻലാലിനൊക്കെ അത് മനസ്സിലായത്. സിനിമാ ലോകം നേരെയാവാൻ തുടങ്ങിയത് മാഷ് തുടക്കം കുറിച്ചതുകൊണ്ടാണ്. മാഷ് എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അത് നമ്മളൊരു ഗവേഷണ വിഷയമാക്കേണ്ടതാണ്. പോലീസിനെ കുറിച്ച് മാഷ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പോലീസിനെ കുറിച്ച് മാഷ് അനുസ്മരിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ പണ്ട് സിലോണിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി ശ്രീലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ അവിടെ പോയ സമയത്ത് പോലീസുകാരൻ അതിൻ്റെ ഇതൊക്കെ കൊടുത്തപ്പോൾ ചോദിച്ചു, എന്താണിത്, ആരുടെയാണ് ഇത് എന്ന് ചോദിച്ചു. എൻ്റെയാണ്. നിങ്ങളാരാണ്? അപ്പോൾ ആരാണ്, എന്താണ്, ഇങ്ങനെയുള്ള ഇവരുടെ ഒരു ശരീരഭാഷയുണ്ട്. ഇതിന് മാഷ് പറയുന്നത് കുറച്ച് കഠിനമായ തെമ്മാടി വേഷം എന്നാണ്. ഈ അവരുടെ യൂണിഫോമും അവരുടെ ആ നിൽപ്പും. മാഷ് പറയുന്ന ഒരു നർമ്മം എന്താന്ന് പറഞ്ഞാൽ, വെറുതെ നിൽക്കുന്ന ഒരുത്തനെ വെടിവെച്ച് കൊല്ലണം എന്ന് ഇവർക്കൊരു തോന്നലാണ്. വെറുതെ ഒരുത്തൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഇവനെന്തിനും ഇങ്ങനെ നിൽക്കണം, ഇവനെ 2 വെടിവെച്ചാൽ എന്താണ് എന്ന് ഇവർക്ക് തോന്നും. എന്നിട്ടോ പിന്നെ മാഷ് വരുന്ന ശാകുന്തളത്തിലേക്കാണ്. ഏതെങ്കിലും ഒരു യൂണിഫോം ഇട്ടവനുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലേക്ക് മാഷ് കയറിയിട്ട്, ഈ വിവേകാനന്ദ സ്വാമികളൊക്കെ പറയുന്ന അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ എന്ന് പറയുമ്പം ഇവൻ എൻ്റെ സഹോദരനാണ് എന്നൊരു തോന്നൽ അമേരിക്കക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളത് അവർക്കൊരു പുതിയ ശബ്ദമൊന്നുമല്ല, അവർക്കറിയാലോ, അത് ഇംഗ്ലീഷുകാരൻ. നമ്മൾ പറയും ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ കേട്ട് ബോറടിച്ചപ്പോൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് കേട്ടപ്പോൾ കൈയടിച്ചാണ്. അങ്ങനെയല്ല, അവരൊരു താതാത്മ്യപ്പെടലാണ്. ആ താതാത്മ്യപ്പെടൽ കാക്കി ധരിച്ചവൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോകുന്നത് ശാകുന്തളത്തിലേക്കാണ്. ശാകുന്തളത്തിൽ പോലീസിന് നൽകിയ പേരെന്താണ്? രക്ഷാപുരുഷൻ എന്നാണ്. ആരുടെ രക്ഷാപുരുഷൻ? മാഷയുടെ ആ ഒരു ടോണും ഇതും എല്ലാം കൂടെ കയറി വരുമല്ലോ, അറിയാലോ നമുക്ക് എല്ലാവർക്കും. തുടക്കത്തിൽ ഇങ്ങനെ ആരുടെ രക്ഷാപുരുഷൻ? പതിതരുടെ, നിരാലംബരുടെ, അങ്ങനെയുള്ളവർക്ക് രക്ഷാപുരുഷനാകേണ്ടുന്നവൻ. നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ മാഷടയിൽ നിന്ന്. വെടിവെപ്പിനെ കുറിച്ച് പറയുന്നില്ലേ? 18 വെടിവെച്ചു, ഒരുത്തൻ്റെ ദേഹത്താണ് കൊണ്ടത്. ഞാൻ വെടിവെച്ചാൽ 18 എണ്ണം വെച്ചാൽ ഒരു പൂച്ച ചാവും, എനിക്കറിയാം, നല്ല ഉറപ്പുണ്ടെന്ന് മാഷ് പറഞ്ഞു. ഇവന് 18 എണ്ണം വെച്ചിട്ട് ആർക്കും കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇവനെന്തിനാ പോലീസായത്? എന്തിനെക്കുറിച്ചാണ് മാഷ് പറഞ്ഞിട്ട്? മാഷ് നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ എങ്ങനെ ദാർശനികമാകുന്നു?
മോഹൻലാൽ പേഴ്സണലായിട്ട് ഫോൺ ചെയ്തപ്പോൾ, നമ്മളോട് അവസാന കാലത്ത് മാഷ് അത് പറയുന്നുണ്ട്, പേഴ്സണലായിട്ട് അദ്ദേഹം ഫോൺ ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു, കേരളം, മലയാളം നിങ്ങൾക്ക് തന്ന ഒരു സ്ഥാനമുണ്ട്, അത് വളരെ വലുതാണ്. ആ സ്ഥാനത്തിന് അനുയോജ്യമാം വിധത്തിൽ നിങ്ങളെ ശരിപ്പെടുത്തേണ്ടത്, ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് ധർമ്മമാണ്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദ്ദേവേ തരോജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. യത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠ പുരുഷന്മാരെന്ന് കരുതുന്നവർ എന്ത് ആചരിക്കുന്നുവോ അത് മറ്റുള്ളവർ അനുകരിക്കുന്നു. നിങ്ങളെ കേരളം ആരാധ്യ പുരുഷനായി കാണുന്നു. നിങ്ങളെ അവർ അനുകരിക്കുമ്പോൾ അവിടെ നിങ്ങൾ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഓർമ്മിപ്പിക്കും. നേരത്തെ പറഞ്ഞുവല്ലോ, ഇവിടെ എന്ത് ഗംഭീരമായിട്ടാണ് മാഷ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. മനസ്സിൻ്റെ ശുദ്ധിയും മസ്തിഷ്കത്തിൻ്റെ ശക്തിയുമുള്ള ഒരു യുവശിഷ്യൻ ഉപനിഷത്ത് മര്യാദയനുസരിച്ച് ഗുരുവിൻ്റെ സമീപത്തിരുന്ന് അവ്യക്ത പ്രപഞ്ചത്തിൻ്റെ അണ്ടകടാഹം പൊട്ടിക്കുമാറ് ഗുരുവിനോട് അവൻ ചോദിക്കുന്നു. കേനോപനിഷത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിന് മാഷയുടെ തുടക്കമാണ്. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണം പ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേയോ ദേവോ യുനക്തി. കേന 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 എന്ന് പറഞ്ഞാൽ ആരാൽ. ഈ കേന കേന എന്ന ശബ്ദം ക്ഷാത്രവീര്യമുള്ള ഒരു ക്ഷത്രിയ വീരൻ്റെ ഞാണൊലിയിൽ നിന്ന് മുഴങ്ങുന്ന പ്രകമ്പനത്തോടു കൂടിയ കേന കേന. ആ ചോദ്യശരങ്ങൾ, ഋഷിയുടെ ചിത്തത്തിൽ നിന്ന് ഉതിർന്ന ചോദ്യശരങ്ങൾ പോയി തറയ്ക്കുന്ന സത്യം, ബ്രഹ്മത്തിലേക്ക് പോയി തറയ്ക്കുന്ന പ്രണവോ ധനു ശരോഹ്യാത്മ ബ്രഹ്മതൽ ലക്ഷ്യമുച്യതേ. ഒരു സാധാരണ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, എന്താ പറയുക, കടല വിൽക്കുന്നവൻ മോശക്കാരനല്ല. കടല വിൽക്കുന്നവൻ ഉപനിഷത്ത് ലോകം അപ്രാപ്യമാണ്. അങ്ങനെയൊരു മലയാള സമൂഹത്തിലേക്ക്, ഈ ഋഷിവാടത്തിലേക്ക്, ഉപനിഷത്ത് ലോകത്തിലേക്ക് ഇത്രമാത്രം ഉപനിഷത്തിന് ആ വാതായനത്തെ തുറന്നു വെച്ച മഹാനായ ഋഷി ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? ഉപനിഷത്ത് ലോകം നമുക്ക് പ്രാപ്യമാക്കി തന്നു. ഈശത്തിനും കേനത്തിനും കടത്തിനും പ്രശ്നത്തിനും മുണ്ടകത്തിനും മാണ്ഡൂക്യത്തിനും ഐതരേയത്തിനും ചാന്തോക്യത്തിനും ബൃഹദാരണ്യകത്തിനും പ്രൗഢഗംഭീരമായിട്ടുള്ള ഭാഷ്യം. ഭാഷ്യം എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധത്തിൽ, അത് തൻ്റെ പ്രഭാഷണങ്ങളിൽ എപ്പോഴും എന്ത് നർമ്മം പറഞ്ഞാലും അവിടേക്ക് കൊണ്ടു ചെന്ന്, നർമ്മത്തിലാണെങ്കിൽ പോലും മൈക്ക് നേരെയാക്കാൻ വന്ന ഒരു പാവ മനുഷ്യനോട് മതി 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 എന്നൊരു ഓഡിയൻസിനോട് പറയാം, ഇയാളിതിങ്ങനെ ചെയ്യുമ്പോൾ വിചാരിക്കും ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ആശയങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് എന്ന്. പണ്ട് നമ്മൾ എം കൃഷ്ണൻ നായർ ജീവിതത്തിൽ ഒരിക്കൽ കവിത എഴുതിയവൻ്റെ കവിത കൃഷ്ണൻ നായരുടെ ദൃഷ്ടിയിൽപ്പെട്ട പിന്നെ അയാൾ ജമ്മത്തെ കവിത എഴുതുകയല്ല, കവിത വായിക്കുക പോലുമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇതാ മൈക്കാരനെ പോലും ചിന്തിപ്പിക്കുന്ന, മാഷ് ആർക്കൊക്കെ നേരെ ശരമുതിർത്തിട്ടുണ്ടോ വളരെ ശാന്തനായിട്ട് അജാതശത്രുവായിട്ടാണ് പോയത്. സാനുമാഷ് ഉൾപ്പെടെ അങ്ങനെയുള്ള സൗഹൃദമുള്ളവരാ. ഓരോ സമയത്ത് നമ്മൾ കാണുന്നു തെറ്റിയെന്ന്, പക്ഷെ മാഷെ അതൊന്നും സ്വാധീനിക്കാറില്ല. ഋഷിയുടെ ഇവിടെ മരുമോനുണ്ട്, ഇവിടെ മൂപ്പര് പറഞ്ഞത് ഇപ്പോഴും ഉണ്ട് ഡോക്യുമെൻ്റായിട്ട്. എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്ന് ചോദിച്ചതിന് ഒരു കാരണം പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഈ മരുമക്കളൊക്കെ ഈ പുസ്തകം അവർക്ക് വിരോധികളാണ്. എൻ്റെ അഴീക്കോട് ഇവിടെ പുസ്തകങ്ങൾ മുഴുവൻ ചെതല് പിടിച്ച് ഞാൻ നേരെ തൃശ്ശൂർക്ക് കൊണ്ടുപോയി.
എനിക്ക് നല്ല ഉറപ്പായിരുന്നു, എനിക്ക് കുട്ടികളുണ്ട്, ഇവന്മാർ ഒന്നും ഇത് വായിക്കില്ല എന്ന്. മാഷ് പറയുന്ന തമാശകൾ നമ്മളധികം സംസാരിക്കുന്നില്ല. മാഷ് നമ്മൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെയൊക്കെ പോലെ തന്നെ. അത്രയും സ്നേഹനിധിയാണ്, കാരുണ്യവാനാണ് അദ്ദേഹം. അച്ഛനല്ലെങ്കിലും അദ്ദേഹത്തിലെ പിതൃത്വം, മാതൃത്വം, ഇതിൻ്റെയൊക്കെ ഒരു സമന്വയമായിരുന്നു മാഷ്. നമ്മൾ ധന്യനാണ്. കാരണം മാഷെ പോലെ ഒരാളെ വളരെ അടുത്ത് മാഷ് നമ്മളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട്, റെക്കോർഡഡായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ അനുഗ്രഹമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഉപനിഷത്തിൽ പറയുന്ന ധന്യോസി കൃതകൃത്യോസി പാവിതം തേ കുലം ത്വയ, നിന്നാൽ നിന്റെ കുലം പവിത്രമാക്കപ്പെട്ടു എന്ന് പറയാം. ശങ്കര ഭഗവത്പാദർ പറയും 3 എണ്ണാണ് ദുർലഭമായിട്ടുള്ളത് എന്ന് പറയും. ദുർലഭം ത്രയമേ വൈദത് ദൈവാനുഗ്രഹ ഹേതുകം, മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയ. അഴീക്കോട്ടുകാരെ സംബന്ധിച്ച് അവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് മനുഷ്യത്വം നിങ്ങൾക്കതാവോളം ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. മുമുക്ഷുത്വം, സ്വതന്ത്രനാകണമെന്ന ആഗ്രഹം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇച്ഛ. അവസാനത്തേത് മഹാപുരുഷ സംശ്രയം, ഒരു മഹാത്മാവിൻ്റെ സാന്നിധ്യം, ഒരു സാമീപ്യം, സൗഹൃദം, ആ വലയം. നമ്മളൊക്കെ ആ നിലയിൽ ഭാഗ്യവാന്മാരാണ്. ആ മഹാത്മാവ് ഈ നാട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഗാന്ധിയാശ്രമത്തിൽ ചേരണം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടിയ നിർദ്ദേശം ഗാന്ധി മൗനത്തിലായിരുന്നു എന്നാണ്. പക്ഷെ ഗാന്ധിജി എന്നോട് സംസാരിച്ചു. അവിടുന്ന് പറഞ്ഞത് എന്താ? ഗോ ടു യുവർ വില്ലേജ്, വില്ലേജ് നീഡ് യു. നിന്റെ ഗ്രാമം നിന്നെ ആഗ്രഹിക്കുന്നു, നിന്റെ ഗ്രാമത്തിന് നീ ആവശ്യമുണ്ട്. അതുകൊണ്ടൊന്നു മാത്രമാണ് തത്വമസി മലയാളത്തിൽ തന്നെ അത് ചെയ്തത്. MT യുടെ നിർബന്ധം, പലരുടെ പ്രേരണ. നേരത്തെ രാവിലത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മാഷെ ഓർക്കുകയായിരുന്നു. CP തുടങ്ങിയ കമ്മ്യൂണിസം മരിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക ഉപനിഷത്ത് ശൈലി, മിസ്റ്റിക് ലാംഗ്വേജ്, ആ മിസ്റ്റിക് ലാംഗ്വേജ് പിടികിട്ടാത്തവർ വലിയൊരു ശതമാനം ഇവിടെ ഉണ്ട്. അപ്പം ഈ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ സന്തോഷം തോന്നും, ഇത് കമ്മ്യൂണിസത്തിനെതിരാണല്ലോ എന്ന്. അത് കമ്മ്യൂണിസത്തിനെതിരല്ല. പറയാൻ ഒരുപാടുണ്ട്. ഇവിടെ സമയം നമുക്ക് തന്ന സമയം അതിക്രമിച്ചു. ഇവിടെ ഉണ്ട്, പ്രിയ ഉണ്ട് സംസാരിക്കാൻ, അബ്ദുൽ നാസർ ഉണ്ട്, നമുക്കവരെയൊക്കെ കേൾക്കാം. മാഷ് ഉപനിഷത്ത് പറയുന്നത് പോലെ എന്താ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഉപനിഷത്ത് എടുക്കുമ്പോൾ എപ്പോഴും മാഷ് ഓർമ്മ വരും. കാരണം ആരും ഞങ്ങളെ ആശ്രമത്തിലൊന്നും പഠിപ്പിക്കാത്ത, ഒരു കിതാബിലും എഴുതാത്ത കാര്യങ്ങൾ എന്ത് ഗംഭീരമായിട്ടാണ് പറയുക. ഉപനിഷത്ത് ക്ലാസ് കഴിയുമ്പം വിദ്യാർത്ഥികളെല്ലാം എഴുന്നേറ്റ് നിന്ന് നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യ എന്ന് ഉപനിഷത്ത് വിദ്യാർത്ഥികൾ ചൊല്ലുന്നു. ഉപനിഷത്തിൽ അങ്ങനെ ഒരു മന്ത്രമുണ്ട്. വിദ്യാർത്ഥികൾ അത് എഴുന്നേറ്റ് നിന്ന് ചൊല്ലുന്നു എന്നുള്ളത് താനൊരു ഉപനിഷത്ത് വിദ്യാർത്ഥിയാവുകയാണ്. അതാണ് മാഷയുടെ ആ ദാർശനികൻ എന്ന് പറയുന്നത്. അതാണ് ഉപനിഷത്തിനോട് ഇത്രമേൽ ആദരവ് കേരളത്തിലെ സമൂഹത്തിനുണ്ടാക്കിയത് അദ്ദേഹമാണ്. സംസ്കൃതത്തെക്കുറിച്ച് നിശിതമായി സംസ്കൃതത്തെ വിമർശിച്ചവരോട് മാഷ് പറയുന്നുണ്ട്, നിങ്ങൾ സംസ്കൃതത്തെ വിമർശിക്കുന്നതിൻ്റെ കാരണം എനിക്കറിയാം. ആ വർഗീയവാദികൾ ഇവിടെ ജനിക്കുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആവിർഭൂതമായ മഹേശ്വരൻ്റെ ആ കചടതപ മാഹേശ്വര സൂത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മാഷ് പറയുന്നുണ്ട്, ഈ വർഗീയവാദികളല്ല ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ. ഇവർക്കല്ല സംസ്കൃതത്തിൻ്റെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, മാഷ ആ ഭാഷ ഉപയോഗിച്ചിട്ടില്ല, അട്ടിപ്പേർ അവകാശം.
അതുകൊണ്ട് സംസ്കൃതത്തെ പഠിക്കാതിരിക്കുന്നത് അത് ഈ സംസ്കാരത്തെ അറിയാതെ പോകലാണ്. അങ്ങനെ എത്ര ഓർമ്മപ്പെടുത്തലുകൾ. ക്രിക്കറ്റ് ടീമിനെ പോലും സച്ചിൻ തെണ്ടുൽക്കറെ തഴുകി തലോടി മയിൽപ്പീലി കുത്തു കൊടുത്തിട്ടുണ്ട്. മൂപ്പരും പരസ്യത്തിൽ അഭിനയിക്കുന്നതിൻ്റെ കാര്യത്തിൽ. ക്രിക്കറ്റ് ടീം ഒരിക്കൽ തോറ്റപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടായിരുന്നില്ലേ, കാരണം നിങ്ങൾ ഇത്രയും കോടി ജനങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ്. തമാശ രൂപത്തിലും കാര്യരൂപത്തിലും ഒക്കെ പറഞ്ഞ ആ ഋഷി വചനങ്ങൾ, നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യ. നമസ്കാരം.